കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് അല്ല. യഥാർത്ഥത്തിൽ കളരിപ്പയറ്റ് എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്ന ഒരു നാടകമാണ് കളരിപ്പയറ്റ്, ഒരു കൊറിയോഗ്രാഫിയാണ്. ഇന്ന് അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു വീഡിയോ വളരെ പ്രചാരത്തിൽ വന്നിട്ടുണ്ട്. അത് കളരീനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരു ചിത്രീകരിക്കാൻ കാരണമാവുന്ന ഒരു വീഡിയോ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ കളരിയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ കളരി ഒരു സാധന പോലെ കൊണ്ടുപോകുന്ന എന്നെ പോലുള്ള പലവരും ഇന്നും ഈ ലോകത്തുണ്ട്. അതിൽപ്പെട്ട ഒരാളായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുണ്ട്. ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന രീതിയിൽ കൂടുതൽ അറിയപ്പെടുന്നത്, അതിനെ എതിർത്തും അനുകൂലിച്ചും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. കളരിപ്പയറ്റ് മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയാനുള്ള ഒരു കാരണം, ഇന്ന് ഭാരതത്തിലുള്ള എല്ലാ സ്റ്റേറ്റുകളിലുള്ള തദ്ദേശീയമായിട്ടുള്ള മാർഷൽ ആർട്സുകളുണ്ട്, അതുപോലെ തന്നെ ഫോക്ക് കൾച്ചറുകളുണ്ട്. ഇതുമായിട്ടെല്ലാം കളരിക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ട്. അതിന് ഉദാഹരണമാണ് കേരളത്തിലുള്ള തെയ്യം, അതുപോലെ കഥകളി, പൂരക്കളി, അതുപോലെ തിറ എന്നീ ഇതിലൊക്കെ നമുക്ക് കളരിയിലെ ചില ചുവടുകൾ, നൃത്തങ്ങൾ എല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ കളരിപ്പയറ്റിൻ്റെ ഒരു സ്വാധീനം മറ്റ് കലകളിൽ ഉണ്ടെന്നാണ്. അതുപോലെ തന്നെ മാർഷൽ ആർട്സ് പറഞ്ഞപ്പോൾ അടുത്ത് കിടക്കുന്ന നമ്മളെ ശ്രീലങ്കയിലുള്ള അങ്കപ്പോര് എന്ന ഒരു മാർഷൽ ആർട്സ് ആയോധന കല, ഇത് കളരിയായിട്ട് വളരെ സ്വാധീനം ഉണ്ട്, അല്ലെങ്കിൽ അതുമായിട്ട് വളരെ സാമ്യമുണ്ട്, പ്രത്യേകിച്ച് തെക്കൻ കളരികളുമായിട്ട്. അതുപോലെ സിലമ്പം, അടുത്ത സ്റ്റേറ്റിൽ കിടക്കുന്ന തമിഴ്നാട് സ്റ്റേറ്റിൽ കിടക്കുന്ന സിലമ്പം, അതുപോലെ മറ്റ് പഞ്ചാബ് പോലുള്ള സ്റ്റേറ്റിലുള്ള അവരുടെ തനതായിട്ടുള്ള ആയോധന വിദ്യകൾ, ഇതെല്ലാം ദേശീയ ഈ ഇന്ത്യയിലുള്ള എല്ലാ മാർഷൽ ആർട്സുമായിട്ട് കളരിയിലുള്ള ഉപയോഗിക്കുന്ന ആയുധങ്ങളുമായിട്ടും എല്ലാം നല്ല സാമ്യമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കണ്ടതുകൊണ്ടാണ് മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയാൻ കാരണം. കളരി എന്ന പദം ഗലൂരിക എന്ന ദൈവപദത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിൽ നിന്നാണ് കളരി എന്ന പദം ഉണ്ടായെന്ന് പറയുന്നു. അതിന് കാരണമായിട്ട് പറയുന്നത്, കളരിയിലെ ദേവതയായിട്ട് ഗലൂരിക എന്ന കാളിയുടെ ഗലൂരിക എന്ന ഒരു ഭാവത്തെയാണ് ആരാധിച്ചു പോരുന്നത്. അതുകൊണ്ടാണ് ഗലൂരിക എന്ന വാക്കിൽ നിന്നാണ് കളരി ഉണ്ടായെന്ന് ഒരു വാദം. അതുപോലെ തന്നെ കല്ലൂരി എന്ന പാഠശാല എന്ന അർത്ഥം വരുന്ന കല്ലൂരി എന്ന തമിഴ് പദത്തിൽ നിന്നാണ് കളരി ഉണ്ടായെന്ന് പറയപ്പെടുന്നു. കാരണം പഠിക്കുന്ന സ്ഥലം സർവകലാശാല അല്ലെങ്കിൽ തന്ത്രം പഠിക്കുന്ന സ്ഥലം, ഇന്ന് എങ്ങനെ രീതിയിലൊക്കെ അർത്ഥം വരാവുന്ന ഒരു പദമാണ് കല്ലൂരി എന്ന്. അപ്പോൾ ആ രീതിയിൽ അതിന് പിന്നെ ലോപിച്ച് അത് കളരി എന്ന് ആയി മാറിയതാണ് ആ പദം എന്നും പറയപ്പെടുന്നു. മാത്രമല്ല, കളരി എന്ന് പറയുന്നത് ഈ പയറ്റ് കളരിക്ക് മാത്രമല്ലായിരുന്നു. ഒരു കാലത്ത് അല്ലെങ്കിൽ ഇന്നും നിലനിൽക്കുന്ന എഴുത്ത് കളരികളുണ്ട്, അതുപോലെ നൃത്ത കളരികളുണ്ട്, അതുപോലെ ജ്യോതിഷന്മാരുടെ ജ്യോതിഷ കളരികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിൽ കളരികളുണ്ട്. അതുകൊണ്ട് നമുക്ക് അതൊന്ന് മനസ്സിലാക്കാവുന്നതാണ്, കളരി എന്ന പദം കൊണ്ട് തന്ത്രം പഠിക്കുന്ന സ്ഥലം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യ പഠിക്കുന്ന സ്ഥലം എന്നുള്ളതാണ്. അതുകൊണ്ട് കളരി എന്ന് അറിയപ്പെടുന്നു. അതിനർത്ഥം കളരി എന്ന പദത്തിന് അർത്ഥമില്ല എന്നല്ല. കളരി ഏകദേശം 3000-ഓളം വർഷത്തെ പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ വ്യാപിച്ചതും ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ ഉണ്ടാവാൻ കാരണവും, അല്ലെങ്കിൽ അതിന് കാരണമായത് ചോളന്മാരുടെയും പാണ്ഡ്യന്മാരുടെയും കാലഘട്ടത്തിലാണ്. അവരുടെ സാമ്രാജ്യത്തിന്റെ വികാസത്തിന്റെ ഭാഗമായിട്ട് അവർ പിടിച്ചടക്കുന്ന ഓരോ സ്ഥലങ്ങളിലും അവർ കളരികൾ സ്ഥാപിക്കുകയും അവിടെ സൈനിക അഭ്യാസങ്ങൾ കൊടുക്കുകയും കളരി അഭ്യാസങ്ങൾ കൊടുക്കുകയും ആ സൈന്യത്തെ ഉപയോഗിച്ച് അവരുടെ ബൗണ്ടറികൾ വലുതാക്കാനും ചോളന്മാരും പാണ്ഡ്യന്മാരും ശ്രമിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കളരി ഏഷ്യയിലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും കളരീനെ കൊണ്ടെത്തിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനത്തെ എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതിന്ന് പിൻകാലത്ത് മാറ്റം വരുത്തിയതും അതിൽ മികവ് കൂടുതൽ കൊണ്ടുവന്നതുമായിട്ടുള്ള രീതിയിലാണ് പിന്നീട് മറ്റ് ആയോധന കലകൾ ഉണ്ടായെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് കൂടിയാണ് കളരിപ്പയറ്റിനെ മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് പറയാൻ കാരണം. അടുത്ത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുഴിക്കളരീനെ കുറിച്ചിട്ടാണ്. കുഴിക്കളരിയുടെ നിർമ്മാണത്തിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്. വാസ്തുവിദ്യയിൽ കൃത്യമായ കളരികൾക്ക് പ്രത്യേക വാസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറയുമ്പോൾ നമുക്ക് ഒരു കളരി നിർമ്മിക്കുമ്പോൾ അത് ഏത് ദിക്കിലായിരിക്കണമെന്നും, അതിന് എത്ര അളവ് വേണമെന്നും, അതിന് എവിടെ പ്രവേശന കവാടം വരണമെന്നും, എവിടെ പുറത്തേക്കുള്ള തെക്ക് ഭാഗത്തേക്കുള്ള വാതിലിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റു
ജനാലകൾ, വിൻഡോ സൗകര്യങ്ങൾ എവിടെ വരണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കളരിയുടെ നിലം ഒരുക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. കളരിയിലെ ദേവസങ്കല്പങ്ങൾ എങ്ങനെ വേണമെന്നുള്ളതും എവിടെയൊക്കെയാണ് അതിൻ്റെ സ്ഥാനങ്ങൾ എന്നുള്ളത് കൃത്യമായി പറയുന്നു. അപ്പോൾ ഇത്ര കൃത്യമായി വാസ്തു ശാസ്ത്രപ്രകാരം അളന്ന് ചിട്ടപ്പെടുത്തി നിർമ്മിക്കേണ്ട ഒന്നാണ്. അത് കേവലം ഒരു കുഴി നിർമ്മിക്കുന്ന പോലെ അല്ല. അതിന് ഒരു വാസ്തുവിദ്യയിൽ ഒരു ക്ഷേത്രം പണിയുന്നതിന് തുല്യമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു കളരി നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ മറ്റൊരു തെറ്റായ ധാരണയാണ് കളരിപ്പയറ്റ് ഒരു യഥാർത്ഥ കോമ്പാക്ട് മാർഷൽ ആർട്സ് അല്ല എന്നും ഇന്ന് കാണുന്ന മോഡേൺ മാർഷൽ ആർട്സുകളായ കിക്ക് ബോക്സിങ്, അതുപോലെ മുയ്ത്തായി, MMA, ബോക്സിങ് ഇതുപോലുള്ള മത്സരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കോമ്പാക്റ്റുകൾ ചെയ്യാൻ പറ്റില്ല. ഈ കോമ്പാക്റ്റേഴ്സായിട്ട് അതൊരു മത്സര ഇനമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അത് തീർത്തും ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. കളരിപ്പയറ്റ് ഇന്ന് കാണുന്ന ഒരു രൂപത്തിൽ കൊണ്ടുപോകുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കല എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പൂർവ്വരൂപം അല്ലെങ്കിൽ ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. കളരിപ്പയറ്റ് ഒരു കാലത്ത് ഇവിടെ നിലനിന്നിരുന്നത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ നിലനിന്നിരുന്നത് ചേകവന്മാരായിട്ടും അങ്കവും പൊയ്ത്തും ഒക്കെ നടത്തിയ വീരന്മാരായിട്ടും അഭ്യാസികളായിട്ടും എന്നുള്ള അവരുടെ പേരിലായിരുന്നു കൂടുതലും കളരികൾ അറിയപ്പെട്ടിരുന്നത്. അവർ വീര കഥാപാത്രങ്ങളായി മാറിയത് അവരുടെ ഇതുപോലുള്ള കോമ്പാക്റ്റ് വീര്യത്തെ കൊണ്ടാണ്. അന്ന് അങ്കവും പൊയ്ത്തും എല്ലാം നടത്തിയായിരുന്നു. ഇതുപോലെ തന്നെ ഇന്ന് മോഡേൺ മാർഷൽ ആർട്സിൽ അല്ലെങ്കിൽ ഇതുപോലെ MMA ഫൈറ്റേഴ്സ് കാണിക്കുന്ന പോലെ തന്നെ അതുപോലെ തന്നെ വേദികൾ ഉണ്ടായിരുന്നു. അന്ന് നാട്ടുകൂട്ടങ്ങളുണ്ടായിരുന്നു, നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഇവരെ എല്ലാം മധ്യത്തിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ആദ്യം കയ്യങ്കവും അതുപോലെ ആയുധാംഗവും എല്ലാം നടത്തി അവരവരുടെ മികവ് തെളിയിക്കുകയും ഒരു പരിധിവരെ ചിലപ്പോൾ പരിധിയുടെ മുകളിലായിട്ട് മറ്റുള്ളവരെ ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ, എതിരാളിയെ കൊന്നുകളഞ്ഞുകൊണ്ട് തന്നെ അവരുടെ വീരത്വം കാണിച്ചിരുന്ന ഒരു കലയും കൂടിയായിരുന്നു കളരിപ്പയറ്റ്. അതുകൊണ്ട് കളരിപ്പയറ്റിൻ്റെ ഉള്ളിലും ആ ഒരു കോമ്പാക്റ്റ് മനോഭാവവും ആ ഒരു അവസ്ഥ ഇന്നും ഉണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ കളരിയിൽ ഒരുപാട് MMA ഫൈറ്റേഴ്സ്, അതുപോലെ മോഡേൺ ഫൈറ്റേഴ്സ്, മാർഷൽ ആർട്സിൻ്റെ ഫൈറ്റേഴ്സ് എല്ലാം വന്ന് കളരി പരിശീലിക്കുന്നുണ്ട്. ഇവരെല്ലാം കളരീനെ എങ്ങനെ ഉപയോഗിക്കുന്നത്, അവരുടെ തലത്തിൽ അവരുടെ മേഖലയിൽ കളരി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അതിൻ്റെ കളരിയുടെ മൂവ്മെൻറ്റുകളെ അവരെ എങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യിക്കാൻ കഴിയുന്നു എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കി പഠിക്കുന്നവരാണ്. മാത്രമല്ല കളരിക്ക് ഇന്നും നല്ല പ്രചാരണം കിട്ടുന്നതും അതിൻ്റെ അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കാൻ കഴിയുന്നതും അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച്, അതിൻ്റെ ട്രഡീഷൻ മാത്രമല്ല, അതിൻ്റെ ഇന്നത്തെ കാലത്ത് അത് എങ്ങനെയൊക്കെ പല രീതിയിൽ ഉപയോഗിക്കും. ഇന്ന് നമുക്ക് ഒരു അങ്കവും പൊയ്ത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കോമ്പാക്റ്റ് എന്നുള്ള രീതിയിൽ കൂടുതൽ ഉപയോഗിച്ചണമെന്നില്ല. പക്ഷേ അതേസമയം ഒരു മനുഷ്യനെ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ മെൻ്റലി, ഫിസിക്കലി, അത് സ്പിരിച്വലി എല്ലാം അവനെ കൂടുതൽ പ്രിപ്പയർ ആക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കലയാണ് കളരിപ്പയറ്റ്. കളരിപ്പയറ്റ് പരിശീലനത്തിലൂടെ നമുക്ക് ആ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം, സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാം, സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ രീതിയിലാണ് കളരീനെ ഇന്ന് കൂടുതൽ ആൾക്കാരും കണ്ടുവരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ലെവലിൽ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുമ്പോൾ ഇതെല്ലാം അതിൽ കിട്ടുന്നതാണ്. ഇന്ന് ഇന്ത്യൻ ആർമി പോലും ഇന്ത്യൻ ആർമിയിലെ സോൾജേഴ്സിന് വേണ്ടിയിട്ട് കളരിപ്പയറ്റ് ട്രെയിനിങ് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നു. അത് കളരിപ്പയറ്റ് കേവലം ഒരു സാംസ്കാരികമായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ ട്രഡീഷണൽ മാർഷൽ ആർട്സ് ആയതുകൊണ്ടോ മാത്രമല്ല, അത് നല്ലൊരു കോമ്പാക്റ്റ് ഇനം കൂടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് പരിശീലനം ആയതുകൊണ്ടാണ്. ഒരിക്കലും മലബാറിലെ കുഴിയിൽ നിന്നല്ല ലോകത്തിലെ എല്ലാ മാർഷൽ ആർട്സുകളും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വടക്കൻ കേരളത്തിലെ മലബാറിലെ കുഴിക്കളരിയിൽ നിന്നാണ് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അഭ്യാസികളും കളരിയിലെ വടക്കൻ പാട്ടുകളിലൂടെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരുപാട് കളരി കഥാപാത്രങ്ങളും എല്ലാം പഠിച്ചു വളർന്നതുമായിട്ട് നമ്മൾ കേട്ടുകേൾവിയുള്ളതെല്ലാം വടക്കൻ കേരളത്തിലാണ്. ഇന്ന് കളരിയുടെ നല്ലൊരു ചരിത്രം ഉണ്ടായതുപോലും ഇന്ന് കാണുന്ന കളരി പരിശീലനങ്ങൾ നടക്കുന്നതെല്ലാം ഇതുപോലുള്ള കുഴിക്കളരിയിലാണ്. അതിൽ നല്ല സംസ്കാരം ഉണ്ടായിട്ടുണ്ട്, നല്ല ആയുധ അഭ്യാസികൾ ഉണ്ടായിട്ടുണ്ട്, നല്ല ആരോഗ്യമുള്ള തലമുറകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം മലബാറിലെ കുഴിക്കളരിയിൽ നിന്ന് തന്നെയാണ്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും.